ഒമാനിൽ ബാങ്ക് ട്രാൻസ്ഫറിന്റെ പേരിലുള്ള കബളിപ്പിക്കൽ തുടർക്കഥയാകുന്നു. ഫേക്ക് സ്ക്രീൻഷോട്ടുകളും റിക്വസ്റ്റ് മെസ്സേജും കാട്ടിയാണ് കച്ചവടക്കാരെ വീഴ്ത്തുന്നത്. ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം റോയൽ ഒമാൻ പോലീസ് നൽകിയിട്ടുണ്ട്. ബാങ്കിംഗ് ഇടപാടുകൾ പേയ്മെന്റിലേക്ക് മാറിയതോടെ ഈ മേഖലയിൽ തട്ടിപ്പുമായി വിദഗ്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കച്ചവടക്കാരുമായി സാധനങ്ങൾ വിലപേശി ഉറപ്പിച്ച ശേഷം മൊബൈൽ വഴിയുള്ള പണമിടപാടിന് നമ്പർ ആവശ്യപ്പെടുന്നതാണ് ആദ്യം ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പിക്കാനായി അയച്ചതിൻ്റെ തെളിവ് കാണിച്ചു കൊടുത്ത് വേഗത്തിൽ കടന്നുകളയും. എന്നാൽ ഫോണിലേക്ക് വന്നത് പണം എത്തിയതിൻ്റെ അറിയിപ്പല്ലെന്നും റിക്വസ്റ്റ് മെസ്സേജ് ആണെന്നും പലർക്കും പിന്നീടാണ് മനസ്സിലാവുക. മത്രയിലെ മൊബൈൽ ഷോപ്പ് ജീവനക്കാരനായ മലയാളിയും മറ്റൊരു പാകിസ്ഥാനിയും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസമാണ്. നമ്പർ കൊടുത്ത് അടിച്ചതിന് ശേഷം പേരൊക്കെ വന്നു, എമൗണ്ട് അടിച്ച്. അപ്പോൾ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ പോയി. ഞാൻ വിചാരിച്ചത് കൺഫേം വന്നിട്ടുണ്ടെന്ന് കരുതി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാഫിനെ വിളിച്ച് ചോദിച്ച് അവിടെ അതിൽ വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൽ ക്യാഷ് വന്നിട്ടില്ല. അപ്പോൾ അവിടെ എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ ബാക്കിൽ തന്നെ പോയി പുള്ളിക്കാരനെ പിടിച്ച് അപ്പോൾ സാധനം ഞാൻ റിട്ടേൺ വാങ്ങിച്ച് എന്നിട്ട് പുള്ളിക്കാരൻ അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ക്രീൻഷോട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത് അത് ഫേക്കാണ്. അത് അവർ പൈസ അതിൽ നിന്ന് സെൻഡ് ആയിട്ടില്ല. അതൊരു റിക്വസ്റ്റ് രൂപത്തിലുള്ളൊരു സംഭവമാണ്. അതേസമയം ക്യാഷ് പ്രൈസ് വാഗ്ദാനം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ബാങ്കുകളുടെ പേരിൽ മത്സരം നടത്തി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് റോയൽ ഒമാൻ പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട്. OTPയും ഇലക്ട്രോണിക് ലിങ്കും നൽകി വ്യക്തിപരവും ബാങ്കിംഗ് വിവരങ്ങളും കൈക്കലാക്കിയാണ് ഇരകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്നതെന്നും പോലീസ് പറയുന്നു. സംശയാസ്പദമായ സന്ദേശങ്ങൾ അവഗണിക്കാനും തട്ടിപ്പുകളെക്കുറിച്ച് അധികൃതരെ ഉടൻ അറിയിക്കാനും പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്.